മേഘന നമ്മളോട് കൂടി ചേരുന്നു. മേഘന, എന്താണ് അവസ്ഥ? ഹോട്ടലുകാർ അല്ലെങ്കിൽ തന്നെ ഈ സിലിണ്ടർ കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇനി സിലിണ്ടർ കിട്ടുമായിരിക്കും, പക്ഷേ കിട്ടുമ്പോൾ കൊള്ള വിലയാണ്. ഒരൊറ്റ ദിവസം 1000 രൂപ കൂടാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ്. ഹാഷ്മി, തീർച്ചയായും ഇങ്ങനെയൊരു വില വർധനവ് പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകളടക്കം പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുമാർ കഫേ, തിരുവനന്തപുരത്തിന്റെ ഒരു പ്രൗഢിയായി വിശേഷിക്കപ്പെടുന്ന കുമാർ കഫേയിലാണ്. ഇവിടെ നല്ല രുചിയുള്ള സദ്യയൊക്കെ ഉച്ച സമയങ്ങളിൽ ലഭിക്കുന്ന ഒരു കടയാണ് അവിടെ. പക്ഷേ ഇപ്പോഴും ഇവിടെ ഉള്ളവർ, നമ്മൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധ തുടക്ക സമയത്ത് തന്നെ ഈ ഗ്യാസിന്റെ പ്രതിസന്ധിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഗ്യാസ് സിലിണ്ടർ ലഭിക്കാനില്ല. പക്ഷേ അവർ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ശ്രമമടക്കം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കട പൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്ര ഭീമമായിട്ടുള്ള ഒരു തുക വില വർധനമെന്ന് പറയുന്നത് ഇവർക്ക് താങ്ങാനാവുന്നതിനും അപ്പുറത്തേക്കാണ് എന്നുള്ളതാണ്. കാരണം ഈ ഹോട്ടലിന്റെ പ്രവർത്തനത്തെ അടക്കം ഇത് ബാധിക്കുമോ എന്നുള്ളൊരു സംശയം കൂടി ഇവിടെയുള്ളവർ പറയുന്നുണ്ട്. ഇവിടെ ഈ സമയത്ത് വലിയ തിരക്ക് കാണാനുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടുത്തെ ഹോട്ടൽ ഉടമകൾ പറയുന്നത് അങ്ങനൊരു തിരക്ക് ഉണ്ടെങ്കിലും ഇനി എത്ര കാലം അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമെന്നുള്ള ഒരു സംശയമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ ഹോട്ടൽ ഉടമ പറയുന്നുണ്ട്. ചേട്ടാ, 993 രൂപയാണ് വില വർദ്ധിച്ചത്. എങ്ങനെ തോന്നുന്നു? അത് കൂടുതലാണ്. ഇപ്പൊ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ വരുന്ന കൂടുതലും മാക്സിമം വരുന്നത് നമുക്ക് സാധാരണക്കാരന് വരുന്നത്. ഇതുവരെ നമ്മൾ വില കൂട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന തോന്നുന്നത്. നേരത്തെ ഇതുപോലെ നമുക്ക് ഗ്യാസിന്റെ ക്ഷാമം വന്നപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായി. ഗ്യാസിന്റെ ക്ഷാമം ഉണ്ടോ? ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്. ഇപ്പം ഫുൾ ആയിട്ടില്ല. ഇപ്പോഴും നമുക്ക് വില വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്ത്. ഇനി എങ്ങനെയായിരിക്കും? സാധനങ്ങൾക്കൊക്കെ വില കൂട്ടേണ്ടി വരുമോ? സാധനങ്ങൾ വില കൂട്ടാൻ ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. അഥവാ ഉണ്ടാവും. ഇങ്ങനെ ഒരു സാഹചര്യമല്ലേ ഇത്. അതിന്റെ ഒറ്റയടിക്ക് അതിന്റെ കൂട്ടാന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. ഇത്തരം ജീവനക്കാരുണ്ട് ഇവിടെ, ജീവിച്ചു പോകണ്ടേ നമുക്ക്. സാധാരണ വില കൂട്ടേണ്ടി വരും. കച്ചവടം കുറയുമ്പോൾ ഒരു പ്രതിസന്ധി ആവുന്നുള്ളൊരു പ്രതിസന്ധി ഉണ്ട്. എന്നാലും മാക്സിമം നമുക്ക് റേറ്റ് കൂട്ടാതെ നമ്മൾ നോക്കും. നമ്മൾ ജീവനക്കാരല്ലേ, ജീവനക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്. അവർക്ക് നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടാത്ത രീതിയിൽ നമ്മൾ നോക്കും. നമ്മൾ സാധാരണ വില കൂട്ടേണ്ട സാഹചര്യം ഉണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പിടിയില്ല. അപ്പം ഇങ്ങനെ 1000 കൂട്ടാന്ന് പറഞ്ഞാൽ അത് എന്താണ് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് സംഭവം. ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇവിടെ ഗ്യാസ് പ്രതിസന്ധി അടക്കം പൂർണ്ണമായും ഒഴിവായിട്ടില്ല. തൊട്ടടുത്ത് തന്നെ ഒരു വിറകുപുര സജ്ജീകരിച്ചാണ് ഇവിടെ പകുതിയിലധികം ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഇരുട്ടടിയായിക്കൊണ്ട് 993 രൂപ വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. സാധനങ്ങൾക്കും ഭക്ഷണത്തിനും അടക്കം വില വർദ്ധിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഹോട്ടലുകാർ പ്രതികരിക്കുന്നത്. കാരണം ഇവിടെ അത്രയധികം ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ എന്നുള്ളതാണ് ഇവിടെയുള്ളവർ ചോദിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ഈ പശ്ചിമേഷ്യൻ യുദ്ധ സമയത്ത് തന്നെ ഈ ഗ്യാസ് സിലിണ്ടർ കിട്ടാത്ത സമയത്ത് നമ്മളിവിടെ വന്നതാണ്. അവിടെ ആ സമയത്ത് ഒരു പ്രതിസന്ധി പറയുന്നു. അധിക സമയ കാലാവധി ഇല്ലാതെ തന്നെ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് ഹോട്ടലുകൾ പോകുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും വില വർദ്ധിപ്പിക്കേണ്ടി വരുന്നത് കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്നുള്ളതാണ് ഹോട്ടലുകാർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.